നമസ്കാരം. സ്വതന്ത്രമായ ഒരു രാജ്യത്ത് എന്തുകൊണ്ടാണ് അടിയന്തരാവസ്ഥ ഉണ്ടാകുന്നത്? അടിയന്തരാവസ്ഥയുടെ 49 വർഷങ്ങൾ കഴിയുമ്പോൾ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ ഇന്നുമുണ്ട് നമ്മുടെ ഈ നാട്ടിൽ തന്നെ. എന്തുകൊണ്ടാണ് ഒരു അടിയന്തരാവസ്ഥ ഉണ്ടാകുന്നത്? അതിനുശേഷം എങ്ങനെയാണ് ജനങ്ങൾ അതിനെ അഭിമുഖീകരിച്ചത്? ഇങ്ങനെ പല ചോദ്യങ്ങൾ ഇന്നും ചോദിക്കുന്നുണ്ട്. ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ച് അറിയാത്തവർ, പക്ഷെ അറിയുന്നവർക്ക് പോലും പറയാൻ ഒരുപാടുണ്ട്. അവരുടെ വേദനിപ്പിക്കുന്ന ചില കഥകൾ. കാരണം ഇവിടെ ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നതും അത്തരത്തിലൊരു വ്യക്തിയാണ്. അസോസിയേഷൻ ഓഫ് ദ എമർജൻസി വിക്ടിംസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം മോഹനൻ. നമ്മോടൊപ്പം അദ്ദേഹം ചേരുമ്പോൾ അദ്ദേഹത്തിന് പറയുവാൻ ഒരുപാടുണ്ട് ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ച്. എന്താണ് ഈ അടിയന്തരാവസ്ഥ? ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെയോ രാഷ്ട്രീയ സാമൂഹിക അക്രമത്തെയോ സമ്പദ്ഘടനയെയോ അട്ടിമറിച്ചേക്കാവുന്ന ഔചാരിതമായി സംഭവിക്കുന്നതും അടിയന്തര പരിഹാരം ആവശ്യമായതുമായ സന്നിഗ്ധ ഘട്ടത്തിൽ ആ രാജ്യത്തെ ഭരണകൂടം രാജ്യത്തെ ഭരണഘടനയിലെ വകുപ്പുകൾ അനുസരിച്ച് ഭരണ സംവിധാനം താൽക്കാലികമായി റദ്ദ് ചെയ്ത് പൗരരുടെയും ഭരണ സംവിധാനത്തിൻ്റെയും അവകാശങ്ങളിൽ മാറ്റം വരുത്തി അപ്പോഴത്തെ പ്രത്യേക അവസ്ഥയെ നേരിടുവാൻ രാജ്യത്തെ പ്രാപ്തമാക്കുന്നതിന് അടിയന്തരാവസ്ഥ എന്നാണ് പറയപ്പെടുന്നത്. അതാണ് 1975 ജൂൺ മാസം 25-ാം തീയതി അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. നമുക്ക് ചോദിച്ചറിയാം, എന്തിനായിരുന്നു ഈ അടിയന്തരാവസ്ഥ? എന്തുകൊണ്ടാണ് ഈ ഒരു അടിയന്തരാവസ്ഥ ഇവിടെ ഉണ്ടായത് എന്ന്. സ്വാഗതം സാർ. എന്തുകൊണ്ടാണ് ഈ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരിക്കുകയും അന്ന് അതിനോടൊപ്പം ചേരുകയും ഒപ്പം അടിയന്തരാവസ്ഥയോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്തവരാണ്? ഇന്നും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, 49 വർഷങ്ങൾ കഴിയുന്നു. ഇന്ന് വളരെ പ്രത്യേകതയോടുകൂടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഈ അടിയന്തരാവസ്ഥ അന്ന് 1975 ജൂൺ 25 ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഇന്ദിരാഗാന്ധിയെ കൊണ്ടെത്തിച്ചത്? അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന ആ കാലഘട്ടത്തിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ അഴിമതി, വളരെ ശക്തമായ രീതിയിലുള്ള അഴിമതികൾ വന്ന സമയത്ത് ഇതിനെതിരായിട്ടുള്ള യുവജന പ്രക്ഷോഭം നമ്മുടെ നാട്ടിലുണ്ടായി. പ്രധാനമായിട്ടും അത് പൊട്ടിപ്പുറപ്പെട്ടത് ഗുജറാത്തിൽ നിന്നായിരുന്നു. അതോടൊപ്പം തന്നെ അത് ബീഹാറിലേക്ക് പടർന്നു. അന്ന് സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന ശ്രീ ജയപ്രകാശ് നാരായണൻ അദ്ദേഹമാണ് അതിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ഈ അഴിമതി മുങ്ങി നിൽക്കുന്ന ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. അത് തുടങ്ങി അത് രാജ്യവ്യാപകമായി വ്യാപിക്കുന്ന ഒരവസ്ഥ വന്നു. അതോടൊപ്പം തന്നെ അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധിക്കെതിരായി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള സോഷ്യലിസ്റ്റ് നേതാവ് ശ്രീ രാജനാരായണൻ അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിരുന്നു. ആ കേസ് തെരഞ്ഞെടുപ്പിൽ ശ്രീമതി ഗാന്ധി അഴിമതി കാണിച്ചു എന്നാണ് അതിൽ പറഞ്ഞിരുന്നത്. അതിനെ സംബന്ധിച്ച് അലഹബാദ് ഹൈക്കോടതിയുടെ വളരെ സുപ്രധാനമായ ചരിത്രപ്രധാനമായ ഒരു വിധിയുണ്ടായി. ആ വിധിയിൽ ഒന്ന്, ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കി. അതുമാത്രമല്ല, അതോടൊപ്പം തന്നെ 6 വർഷത്തേക്ക് ഇന്ദിരാഗാന്ധിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്നുകൂടി ആ വിധിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ തൻ്റെ പ്രധാനമന്ത്രി കസേര ഇളകും എന്ന് ബോധ്യപ്പെട്ട അവർ അതോടൊപ്പം തന്നെ ഇനി 6 വർഷത്തേക്ക് തൻ്റെ രാഷ്ട്രീയ വനവാസത്തിന് ഞാൻ പോകേണ്ടി വരും എന്നുള്ള ഘട്ടം വന്ന സമയത്ത് ഇന്ദിരാഗാന്ധി വളരെ എളുപ്പത്തിൽ കണ്ടുപിടിച്ച മാർഗം, എൻ്റെ കസേര ഉറപ്പിക്കാൻ ഏറ്റവും നല്ലത് ഈ രാജ്യത്ത് ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കലാണ് എന്നുള്ള നിലയിൽ ആണ് 75 ജൂൺ മാസം 25-ാം തീയതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് തന്നെ അവർ ചെയ്തത് ഇവിടുത്തെ ജനാധിപത്യ അവകാശങ്ങളും പൗരാവകാശങ്ങളും ഒക്കെ നിഷേധിക്കപ്പെട്ടു. പത്രമാരണ നിയമം നടപ്പിലാക്കി. പത്രമാരണ നിയമം എന്ന് പറയുമ്പോൾ ഏത് പത്രസ്ഥാപനങ്ങളും എന്തെഴുതണമെന്ന് ഗവൺമെൻറ്റിനെ കാണിച്ച് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വാങ്ങിയിട്ട് മാത്രമേ പത്രങ്ങളിൽ വാർത്ത വരാവൂ. എന്ന് മാത്രമല്ല, ഏതാണ്ട് രാജ്യത്താകമാനം 2000-ഓളം പത്രസ്ഥാപനങ്ങളും അതിൻ്റെ സ്വത്തുവകകളും അവർ കണ്ടുകെട്ടി. കുറേ പത്രസ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. എന്നാലും അതിനെതിരെ ശക്തമായി ചില പത്രങ്ങൾ പിടിച്ചു നിന്നിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു പോലെയുള്ള പത്രങ്ങളൊക്കെ അന്ന് പിടിച്ചു നിന്നിരുന്നു രാജ്യത്ത്. അങ്ങനെ ആ സമയത്ത് അതോടൊപ്പം തന്നെ അവർ 2 കരിനിയമങ്ങൾ പുതുതായി ഉണ്ടാക്കി. ആ കരിനിയമങ്ങളിൽ ഒന്ന് മിസ എന്നാണ്, MISA, മിസ എന്ന് പറയുന്നത്, മെയിൻ്റെനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. രണ്ടാമത്തത് ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾസ്, DIR എന്ന് പറയുന്ന നിയമം. ഈ കരിനിയമത്തിൽ വളരെ എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം, നമ്മുടെ രാജ്യത്തെ ക്രിമിനൽ നിയമം അനുസരിച്ച് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്താൽ അയാളെ 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിൻ്റെ മുൻപിൽ, കോടതിയുടെ മുമ്പിൽ ഹാജരാക്കണമായിരുന്നു. പക്ഷേ ഈ മിസ നിയമപ്രകാരം ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്ത് വർഷങ്ങളോളം ജയിലിൽ പാർപ്പിക്കാം. ഒരു കോടതിയുടെ മുമ്പിലോ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലോ ഹാജരാക്കണ്ടായിരുന്നു. അത്തരമൊരു നിയമം അവർ നടപ്പിലാക്കിക്കൊണ്ട് രാജ്യത്തെ
എന്ന് പറയുന്ന പ്രതിപക്ഷ ദേശീയ നേതാക്കളെയൊക്കെ കൽത്തുറുങ്കിലടച്ചു. അതിൽ മൊറാർജി ദേശായി, ജയപ്രകാശ് നാരായണൻ, അടൽ ബിഹാരി വാജ്പേയി, LK അദ്വാനി, ജോർജ് ഫെർണാണ്ടസ് എന്ന് വേണ്ട നിരവധി, ചരൺ സിംഗ് എന്ന് വേണ്ട നിരവധി അന്നത്തെ നമ്മുടെ പ്രതിപക്ഷ ദേശീയ നേതാക്കളെയൊക്കെ കേരളത്തിലെ നേതാക്കൾ എന്ന് എടുത്തു പറയുന്ന AKG, EMS അവരൊക്കെ കൽത്തുറുങ്കിലകത്ത് അടച്ചു. അതോടൊപ്പം തന്നെ സംഘടനാ സ്വാതന്ത്ര്യം അവർ എല്ലാവരുടെയും ഹരിച്ചു. അതായത് സംഘടനാ സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചു. ഒരു നിമിഷം, അതായത് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകാൻ ഇപ്പോൾ കോൺഗ്രസിനും ഇന്ദിരാഗാന്ധിക്കും പറയുവാൻ ഒരു സാഹചര്യമുണ്ട്. അതായത് ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം, ഒപ്പം തന്നെ സാമ്പത്തിക സാമൂഹികമായിട്ടുള്ള ഒരു അടിയന്തരാവസ്ഥയിലേക്ക് രാജ്യം പോകേണ്ടതിൻ്റെ ആവശ്യകത അന്ന് 1975 കാലഘട്ടത്തിലുണ്ടായിരുന്നു. അത് ചരിത്രമാണ്. ആ ചരിത്രത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലുള്ള കാരണങ്ങൾ മാത്രമാണോ, അതോ ഈ കോൺഗ്രസ് പറയുന്ന അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി പറഞ്ഞിരുന്ന ഈ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വമൊന്നും ഇതിനകത്തൊരു കാരണമേ അല്ലായിരുന്നു? അതൊന്നും അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലായിരുന്നു. തൻ്റെ ആകെ ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നത് തൻ്റെ കസേര തെറിക്കും എന്നുള്ള ഘട്ടം വന്ന സമയത്ത് എന്ത് വില കൊടുത്തും തൻ്റെ കസേര, പ്രധാനമന്ത്രി കസേര ഉറപ്പിക്കണം എന്നുള്ള നിലയ്ക്ക് ഉള്ളൊരു കാഴ്ചപ്പാട് വന്നപ്പോഴാണ് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് അവരെ പ്രേരിപ്പിച്ചത്. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം, അവർക്ക് സ്തുതിപാഠകരായിട്ടുള്ള കുറേ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് അന്ന് കോൺഗ്രസിലെ തന്നെ വിമത നേതാക്കന്മാരുണ്ടായിരുന്നു. കോൺഗ്രസിലെ തന്നെ, അതായത് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് പാർട്ടിയിൽ ശക്തമായി എതിർക്കുകയും അഭിപ്രായം ചെയ്യുന്ന ശ്രീ K ചന്ദ്രശേഖർ, പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രിയൊക്കെ ആയിരുന്നു, മുതലായ ഒരു 5 നേതാക്കൾ, ആ കോൺഗ്രസ് നേതാക്കളെ പോലും ജയിലിലടച്ചു. അപ്പോൾ തൻ്റെ കസേര ഉറപ്പിക്കാൻ തനിക്കെതിരെ ശബ്ദിക്കുന്ന ആരും ഈ രാജ്യത്തുണ്ടാവരുതെന്നുള്ള നിലയ്ക്ക് എല്ലാവരെയും കൽത്തുറുങ്കിലടച്ചു. അതോടൊപ്പം തന്നെ തൻ്റെ ഏകാധിപത്യ നിയമം അങ്ങ് നടപ്പിലാക്കി. ഞാൻ പറയുന്നതാണ് ഈ രാജ്യത്ത് പ്രമാണം. അതിനവരൊരു മുദ്രാവാക്യം കോൺഗ്രസ്സുകാരന്നിറക്കി, ഇന്ദിരയാണ് ഇന്ത്യ, ഇന്ത്യയാണ് ഇന്ദിര എന്നൊക്കെ പറഞ്ഞിട്ടൊരു മുദ്രാവാക്യം ഇറക്കി. അത് മാത്രമല്ല, നാവെടുക്കൂ പണിയെടുക്കൂ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ചില മുദ്രാവാക്യങ്ങളൊക്കെ ഇറക്കിക്കൊണ്ട് ഒരു ഏർപ്പാട് ചെയ്തു. ഇതോടൊപ്പം തന്നെ ഒരു 20 പരിപാടി എന്നുള്ള നിലയ്ക്ക് ഒരു പരിപാടി ഗവൺമെന്റ് കൊണ്ടുവന്നു. അതോടൊപ്പം സഞ്ജയ് ഗാന്ധി, അവരുടെ മകൻ, 2ാമത്തെ മകൻ സഞ്ജയ് ഗാന്ധി, അദ്ദേഹം ഒരു 5 പരിപാടി പ്രത്യേകം നടപ്പിലാക്കി. അതിൽ വളരെ പ്രധാനപ്പെട്ട സംഭവം എന്താ വെച്ചാൽ, ഈ ചേരി പ്രദേശങ്ങളിലും നമ്മുടെ നാട്ടിലൊക്കെ ജീവിക്കുന്ന യുവാക്കന്മാരെ, അതായത് വിവാഹം കഴിക്കാത്ത 20 വയസ്സും 19 വയസ്സും 20 വയസ്സും 21 വയസ്സൊക്കെ ഉള്ള യുവാക്കളെ നിർബന്ധപൂർവ്വം പിടിച്ചുകൊണ്ടുപോയി വന്ധീകരിച്ചു. വന്ധീകരണ ശസ്ത്രക്രിയ നടത്തി. അപ്പോൾ എല്ലാം, അതായത് ചേരികൾ അടിച്ചു നിരത്തി ജനപ്പെരുപ്പം എന്നുള്ളൊരു സംവിധാനത്തിനെ കുറയ്ക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് എന്നാണ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഒക്കെ അത് അവർ പറഞ്ഞതെങ്കിലും ഈ അടിയന്തരാവസ്ഥക്കെതിരെ ഈ ചേരികളിൽ നിന്നും മറ്റ് അത്തരം, അതായത് എപ്പോഴും ഈ താഴേക്കടയിലുള്ള ആളുകളായിരിക്കുമല്ലോ ഇത്തരം സമരങ്ങൾക്കൊക്കെ മുൻപിൽ വരിക. ആ സമരങ്ങൾക്ക് ആളുകൾ വരരുത് എന്നുള്ള ഉദ്ദേശത്തു കൂടി അവരെ ചേരി പ്രദേശം കംപ്ലീറ്റ് അവർ നിരത്തി, ബുൾഡോസർ കൊണ്ടുവന്ന് അടിച്ചു നിരത്തി ഡൽഹിയിലും മറ്റും അത്തരം നടപടി സ്വീകരിച്ചു. ഇതാണ് ഈ അവരുടെ ഉദ്ദേശം ഇത്രയായിരുന്നു, എൻ്റെ കസേര ഉറപ്പിക്കണം എന്നുള്ള നിലയ്ക്കുള്ള താല്പര്യത്തോടുകൂടിയാണ് ഇത് ചെയ്തത്. അന്ന് ഈ വിദ്യാർത്ഥി സംഘടനകൾ, യൂത്ത് മൂവ്മെൻറ്റുകളൊക്കെ ഇതിനെതിരായിട്ട് ഒരു പ്രക്ഷോഭം നടത്തുകയും അതിലാണല്ലോ താങ്കളടക്കമുള്ളവരുടെ ഒരു വരവ്. ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച്, അന്ന് 1975 ജൂൺ 25 ശേഷം ഇതെപ്പോഴാണ് ഇങ്ങനൊരു മൂവ്മെൻറ്റ് തുടങ്ങണം, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പാടില്ല, ഈ ഇന്ദിരാഗാന്ധിയുടെ ഈ അപ്രമാദത്തിനെതിരെ ശക്തമായി ഒരു പ്രതിഷേധമുണ്ടാകണമെന്ന് എപ്പോഴാണ് തീരുമാനിച്ചത്? അതിന് നേതൃത്വം നൽകിയതൊക്കെ ആരായിരുന്നു? ഉടനെ തന്നെ അതായത് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും നേതാക്കളെയൊക്കെ ജയിലിൽ അടയ്ക്കുകയും ചെയ്ത സാഹചര്യത്തിൽ തന്നെ ഇതിനെതിരായി ശക്തമായ പ്രക്ഷോഭണ സമരം സംഘടിപ്പിക്കണം. അന്നത്തെ ദേശീയ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിച്ചു. അതിൽ ഇന്നത്തെ BJPയുടെ രൂപമായിട്ടുള്ള ഭാരതീയ ജനസംഘം ഉണ്ടായിരുന്നു, സംഘടനാ കോൺഗ്രസ് ഉണ്ടായിരുന്നു, സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പാർട്ടികളും കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ആദ്യഘട്ടത്തിൽ CPM ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വിമത ലീഗ് എന്ന് പറയുന്ന സർവോദയ സംഘം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സംഘടനകൾ, പ്രാദേശികമായിട്ടുള്ള സംഘടനകളെ ചേർത്തിട്ടാണ് ഇതിനൊരു മൂവ്മെന്റ് ഉണ്ടാവണം എന്നുള്ളതിലേക്ക് തീരുമാനിച്ചത്. സോഷ്യലിസ്റ്റ് പാർട്ടികളാണ് ഇതിന് മുൻകൈ എടുത്തത്. പക്ഷേ RSSും ജനസംഘവുമാണ് അതിന്റെ പിന്നിൽ ഈ സമരം, അതായത് ഈ ഏകാധിപത്യ പ്രവണത അവസാനിപ്പിക്കണം എന്നുള്ളതിലേക്ക് മുമ്പിൽ നിന്നത്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടൊരു സംഘടന തന്നെ രൂപീകരിച്ചു. ലോക സംഘർഷ സമിതി എന്നാണ് അതിന്റെ പേര്. ശ്രീ ജയപ്രകാശ് നാരായണനായിരുന്നു അതിന്റെ നേതൃത്വം. ആ സമിതി തീരുമാനിച്ചത് ജൂൺ 25 നമ്മുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെങ്കിൽ കേവലം 5 മാസം കൊണ്ട് നവംബർ 14 മുതൽ അടുത്ത 76 ജനുവരി 14 വരെയുള്ള 2 മാസക്കാലം ഗാന്ധിയൻ രീതിയിലുള്ള സത്യാഗ്രഹ സമരം രാജ്യവ്യാപകമായി നടക്കണം എന്ന് തീരുമാനിച്ചു. അത് പ്രകാരം ഇന്ത്യയിൽ ആകമാനം 1,75,000 പേര് സമരം ചെയ്ത് അറസ്റ്റ് വരിച്ച് ജയിലിലായി. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഏതാണ്ട് 8,000-ഓളം പേര് ഈ സമരത്തിൽ പങ്കെടുത്ത് ജയിലിറക്കുള്ളിലുകളായി. അപ്പോൾ കേരളത്തിന്റെ ഒരു പ്രത്യേകത എടുത്തു പറയാനുള്ളത്, അന്ന് CPIയുടെ ശ്രീ C. അച്യുതമേനോൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ
ശ്രീ കെ കരുണാകരൻ ഇന്ദിരാഗാന്ധിയുടെ വലങ്കൈ ആയിരുന്നു. ഇന്ദിരാഗാന്ധി പറയുന്നത് എന്തും ചെയ്യുന്ന രീതിയിലായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം. അങ്ങനെയായിരുന്നു. കെ കരുണാകരൻ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അപ്പോൾ കെ കരുണാകരൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിരുന്ന നിർദ്ദേശം എന്ന് വെച്ചാൽ ഈ അടിയന്തരാവസ്ഥ കഴിയുന്നതോടുകൂടി ഈ RSS എന്നൊക്കെ പറയുന്ന പ്രസ്ഥാനം ഈ രാജ്യത്ത് ഉണ്ടാകരുത്, ഇതിനെ അടിച്ചു നിരത്തണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തു. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എപ്പോഴും ഭരണകക്ഷി പറയുന്നത് കാര്യങ്ങൾ അനുസരിക്കുന്നു എന്നുള്ളതിലേക്ക് വളരെ വ്യാപകമായി മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്നതിനേക്കാൾ വളരെ ക്രൂരമായ മർദ്ദനമുറകളാണ് ഈ സമരസേനാനികൾ ഉപയോഗിച്ചത്. ഞങ്ങളുടെ സമരത്തിന്റെ രീതി എന്തായിരുന്നു എന്ന് വെച്ചാൽ, അന്ന് കേരളത്തിലെ ഇതിന്റെ നേതാക്കന്മാർ ഒന്ന് MB മന്മഥനായിരുന്നു ഇതിന്റെ ഈ ലോകസംഘർഷ സമിതിയുടെ പ്രസിഡന്റ്. അതിന്റെ ജനറൽ കൺവീനറായിട്ട് പ്രവർത്തിച്ച ശ്രീ K രാമൻപിള്ളയാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത്. കാരണം അദ്ദേഹം അവര് ഒളിവില് എല്ലാം സഞ്ചരിച്ച് ആളുകളെ സംഘടിപ്പിച്ച്, ഞങ്ങളൊക്കെ അന്ന് RSSന്റെ പ്രവർത്തകന്മാരാണ്. RSS ഇതിനകത്ത് മുഖ്യമായിട്ട് പങ്കെടുത്തു. ആ സമയത്ത് ഈ സത്യാഗ്രഹ സമരം RSSന്റെ പ്രവർത്തകരായിട്ടുള്ള നിങ്ങളടക്കമുള്ളവർ ഇതിനകത്തേക്ക് വരികയാണ്. തീർച്ചയായിട്ടും. അതായത് ഇതിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുള്ള വരവാണ്. തീർച്ചയായിട്ടും. ഈ RSSന്റെ സംഘടന ഇപ്പൊ അന്ന് എത്ര വയസ്സായി കാണുമായിരിക്കും മോഹനേട്ടന്? എനിക്കന്ന് 20 വയസ്സ്. 20 വയസ്സ്. ആ ഒരു പ്രായത്തിലാണ് ഇതിലേക്ക് ഇങ്ങനെ വരിക. നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 8,000-ഓളം പേർ, ഒരു 8,000-ഓളം പേരെ അറസ്റ്റ് ചെയ്യുകയും അവരെ ജയിലിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ 8,000-ഓളം പേരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രതിഷേധത്തിന് വേണ്ടിയിട്ട് രംഗത്തെത്തിയവരാണോ, അതോ നിങ്ങളുടെ ഈ RSS സംഘടന ഇതിലേക്ക് എത്തിച്ചതാണോ? കേരളത്തിലെ ഒരു 100-ഓളം പേര് പ്രിവന്റീവ് അറസ്റ്റ് എന്നുള്ള നിലയ്ക്ക് പിടിച്ചവർ അകത്ത് വെച്ചു. അതുകൂടാതെ ഏതാണ്ട് 7,438 പേര് കേരള സർക്കാരിന്റെ കണക്കനുസരിച്ച് തന്നെ ജയിലിലായി. 7,438 പേര് അറസ്റ്റുകാരായിരുന്നു, അത് സോഷ്യലിസ്റ്റുകാരാണ്? അല്ല, അതിനകത്ത് CPM-ന്റെ ഒരു 500 പേരുണ്ടായിരുന്നു. അത് പ്രിവന്റീവ് അറസ്റ്റ് ആയിരുന്നു. സമരം ചെയ്തതിന് ഒഴിച്ചാൽ ബാക്കിയുള്ളവർ പിന്നെ കുറച്ച് സർവോദയത്തിന്റെ കുറച്ച് പേരുണ്ടായിരുന്നു. പിന്നെ കുറെ പാവങ്ങൾ നക്സലേറ്റ് ആണെന്ന് പറഞ്ഞ് കുറെ പാവപ്പെട്ട ആളുകളെ പിടിച്ചകത്ത് വെച്ചു. അങ്ങനത്തെ ഒരു സംഭവം കൂടെ ഉണ്ടായി. അപ്പൊ അതെല്ലാം കൂടെ ചേർന്ന് കേരള സർക്കാരിന്റെ കണക്കനുസരിച്ച് 7,438 പേരാണ് ജയിലിനകത്ത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതായത് 1975 ജൂൺ മാസം 25 ഇത് പ്രഖ്യാപിക്കും. അതിനുശേഷം നിങ്ങളുടെ മൂവ്മെന്റ് എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? അത് ഈ സത്യാഗ്രഹ സമരം ഈ നവംബർ 14-ാം തീയതിയാണ് ഈ സത്യാഗ്രഹ സമരം. നിയമങ്ങളും ഒക്കെ ആ സമയത്തിന് നടപ്പിലാക്കി എല്ലാ നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിൽ അടച്ചു. ആരും പ്രധാനപ്പെട്ട നേതാക്കളായില്ല. പോലീസ് രാവും പകലും ചീറിപ്പാഞ്ഞ് നടക്കുന്നു. ആരെ കണ്ടാലും പൊതുസ്ഥലത്ത് 4 പേര് കൂടി നിന്നാൽ അവരെ അറസ്റ്റ് ചെയ്ത് അപ്പം തന്നെ കൊണ്ടുപോകുന്നു, ചോദ്യം ചെയ്യുന്നു. അങ്ങനത്തെ വളരെ ക്രൂരമായിട്ടുള്ള നടപടികൾ, പോലീസിന് എന്തും ചെയ്യാനുള്ള പരമാധികാരം കൊടുത്തു ഗവൺമെന്റ്. സാമ്പത്തികമായിട്ടുള്ളൊരു അടിയന്തരാവസ്ഥയുണ്ടായിരുന്നു. ഒപ്പം തന്നെ ജനങ്ങൾ ഭക്ഷ്യ സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് അലയുന്നൊരു സാധ്യത, ആ ഒരു സാഹചര്യം കൂടി അന്ന് 1975-77 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാധ്യത കൂടി മുമ്പിൽ കണ്ടിട്ടല്ലേ അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനായിട്ട് ഒരു കാരണം ഇന്ദിരാഗാന്ധി മുന്നോട്ട് വെച്ചു? അല്ല, ഒരിക്കലുമല്ല. അതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ 72-ല് നമ്മുടെ രാജ്യവും അയൽരാജ്യവും തമ്മിലുള്ളൊരു യുദ്ധമുണ്ടായ അതിന് ശേഷം ആ സമയത്ത് ഇവിടുത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും, പ്രത്യേകിച്ച് ഭാരതീയ ജനസംഘവും RSS ഒക്കെ ഉൾപ്പെടെ ഇന്ദിരാഗാന്ധിയെ സപ്പോർട്ട് ചെയ്തു. നമ്മുടെ രാജ്യത്തിനൊരു അപകടം വന്ന സമയത്ത് അവിടെ രാഷ്ട്രീയം നോക്കാതെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ സപ്പോർട്ട് ചെയ്തതിന്റെ ഫലമായി അതായത് 3/2 ഭൂരിപക്ഷത്തോടു കൂടിയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി ആ സമയത്ത് പ്രധാനമന്ത്രിയാണ് 72. അപ്പോ തനിക്കെതിരെ ആരും ചോദ്യം ചെയ്യാനില്ല, എന്തും എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാട് അവരുടെ മനസ്സിൽ വരികയും അതിന്റെ ഒരു അഹങ്കാരവും കൂടെ വന്നപ്പോൾ എന്നെ ആരും ചോദ്യം ചെയ്യില്ല, അതാണ് പ്രധാനമായിട്ടും ഇതിലേക്ക് വന്നത്. അപ്പൊ കേരളത്തില് ഈ സത്യാഗ്രഹ സമരത്തില് അതിന്റെ ഒരു രീതി, കോൺഗ്രസിനകത്ത് വന്ന് പൊട്ടിത്തെറിയും ഉണ്ടായി, അവർ രണ്ടായിട്ട് പിരിയുകയൊക്കെ ചെയ്തു. അതെ. അപ്പോൾ അതോടൊപ്പം തന്നെ ഇവിടെ ഞാൻ ഈ സമരത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ, ഈ സമരത്തിൽ ഞങ്ങളുടെ സമരത്തിന്റെ രീതി 11 പേരടങ്ങുന്ന ബാച്ചുകൾ ഓരോ താലൂക്ക് സെന്റേഴ്സിലും ഓരോ ദിവസം സത്യാഗ്രഹ സമരം ചെയ്യുവാന്നാണ് തീരുമാനം. കാരണം ഞങ്ങൾ ഗാന്ധിയൻ രീതിയിലുള്ള സമരമാണ്, പോലീസിങ് കൂടെ എന്ത് ചെയ്താലും കൊള്ളാം. അപ്പം ഞങ്ങളെ RSS എന്നും സംഘടനയിലെ പ്രവർത്തകന്മാരെന്നുള്ളതിലേക്ക് ഞങ്ങൾക്ക് സമരത്തിൽ പങ്കെടുക്കുമ്പോൾ കിട്ടിയ നിർദ്ദേശം, ഈ സമരത്തിൽ പങ്കെടുത്താൽ നിങ്ങൾ ജീവനോടെ തിരിച്ചു വരും എന്നുള്ളതിന് ഗ്യാരണ്ടിയില്ല, നിങ്ങൾക്ക് എന്തും സംഭവിക്കാം. നിങ്ങളുടെ RSS ഈ സമരത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് തന്ന നിർദ്ദേശം അതാണ്, എന്തും നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ആ നിലയ്ക്ക് മാനസികമായും ഞങ്ങളെ തയ്യാറാക്കി, ഞങ്ങളെ അതിനുവേണ്ട സജ്ജരാക്കിയിട്ടാണ് ഞങ്ങൾ ഈ സമരത്തിൽ പങ്കെടുത്തത്. അപ്പോൾ 11 പേരടങ്ങുന്ന ബാച്ച് സത്യാഗ്രഹ സമരത്തിൽ ചെന്നാൽ എല്ലാവരെയും 2-3 ദിവസം ലോക്കപ്പിലിട്ട് വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ചതിന്, പച്ചവെള്ളം പോലും കൊടുക്കാതെ 3 ദിവസം മർദ്ദിച്ചതിന് ശേഷം അവരെ ജയിലിലേക്ക് ആക്കുന്നൊരു സ്ഥിതിയാണ്. DIR പ്രകാരം ജയിലിലേക്ക് ആക്കുന്ന നടപടിയാണ് ഉണ്ടായത്. അതിൽ തന്നെ ഒരു പ്രത്യേകത, എടുത്തു പറയേണ്ട പ്രത്യേകത, ഈ 2 മാസത്തെ സമരകാലം ഏതാണ്ട് 1 മാസം പിന്നിട്ടപ്പോൾ കേരളത്തിലെ സെൻട്രൽ ജയിലുകളും സബ് ജയിലുകളും ഒക്കെ നിറഞ്ഞു.
അവിടെ താമസിപ്പിക്കാൻ സ്ഥലമില്ലാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ ജുഡീഷ്യറിയും പോലീസും ഒക്കെ കൂടെ എന്ത് തീരുമാനിച്ചു എന്ന് വെച്ചാൽ ഈ 11 പേരുടെ ബാച്ച് സത്യാഗ്രഹം ചെയ്ത് വന്നാൽ എല്ലാവരെയും 2-3 ദിവസം ലോക്കപ്പിൽ മർദ്ദിക്കുക. അതിൽ നിന്ന് 2 പേരെ മാത്രം റിമാൻഡ് ചെയ്യും. ബാക്കി 9 പേരെ അടി കൊടുത്ത് പറഞ്ഞുവിടാം. അവരുടെ പേരിൽ FIR പോലും ചാർജ് ചെയ്തില്ല. FIR ഇല്ല, രേഖയില്ല. അവർ സമരത്തിൽ പങ്കെടുക്കുക, വീട്ടിൽ പോവുക. അതായിരുന്നു അതിന്റെ നയം. അങ്ങനത്തെ കുറെ സമര സേനാനികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർ വീണ്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ സമരം തീർച്ചയായിട്ടും അവർ നമ്മുടെ എല്ലാവരും ഈ സംഘടന വിട്ട് ഇത് ആരും പോയിട്ടില്ല. പക്ഷേ ഈ സമരത്തോടു കൂടി അല്ല, ഒരു സംശയം വരുന്നത് ഈ 11 പേരടങ്ങുന്ന സംഘത്തിൽ നിന്ന് 2 പേരെ മാത്രം റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയക്കുന്നു, ബാക്കി 9 പേര് വീട്ടിലേക്ക് പോകുന്നു. അടുത്ത വീണ്ടും പ്രതിഷേധ സമരം ഉണ്ടാകുമ്പോൾ ഈ 2 പേര് പുറത്തിറങ്ങുമല്ലോ. തീർച്ചയായിട്ടും ഈ പോകുന്നവരെ തന്നെയാണോ വീണ്ടും അല്ല പുതിയ ബാച്ചുകളാണ്. അതിൽ തന്നെ ഒരു സമരത്തിൽ പോയി അടി കൊണ്ടതിൽ ചില ആളുകൾ വളരെ ആവേശത്തോടെ ഞാൻ ഇനിയും പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അപൂർവം ചില ആളുകൾ അത്തരം ആളുകൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. അവർ വീണ്ടും പോയിട്ടുണ്ട്, അടി കൊണ്ടിട്ടുണ്ട്. അങ്ങനെ എടുത്തു പറയാൻ അതെ വളരെ സംഭവം. അതായത് കൊച്ചിയിലെ ഒരു അറിയപ്പെടുന്ന അന്നത്തെ RSSന്റെ പ്രവർത്തകനാണ് കൊച്ചി പുരുഷോത്തമൻ എന്ന്. അദ്ദേഹം 3 പ്രാവശ്യം സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തു. 3 പ്രാവശ്യം അപ്പൊ 3ാമത്തെ പ്രാവശ്യം അദ്ദേഹത്തിന് 2 മണിക്കൂർ നേരം നിർത്തി ചുറ്റും നിന്ന് പോലീസുകാരും മർദ്ദിച്ച് അദ്ദേഹത്തിന്റെ എന്താ പറയാ അവിടെ അദ്ദേഹത്തിന്റെ മൂത്രമൊക്കെ പോയി. ആ സമയത്ത് പോലീസുകാർ ചോദിച്ചു, ഇനിയും നീ സമരത്തിന് വരും? ഇനിയും എന്റെ നേതാക്കൾ പറഞ്ഞാൽ ഞാൻ സമരത്തിന് വരും എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. ഞാനിനി വരില്ല എന്നല്ല. അപ്പൊ അങ്ങനെ അതോടൊപ്പം തന്നെ കേരളത്തിൽ അന്ന് ഈ പത്രമാരണ നിയമം നടപ്പിലാക്കിയതുകൊണ്ട് പല പത്രങ്ങളും ഗവൺമെന്റിന്റെ അപ്രൂവൽ ഇല്ലാതെ ഗവൺമെന്റിനെ താങ്ങുന്ന ഒരു നിലപാടാണ് എടുത്തത് പൊതുവെ. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് RSS തീരുമാനിച്ചതനുസരിച്ച് കുരുക്ഷേത്രം എന്ന് പറയുന്ന ഒരു രഹസ്യമായിട്ടുള്ള പത്രം തന്നെ മലയാളത്തിലൊരു പത്രം ഇറങ്ങി. എല്ലാ സംസ്ഥാനത്തും ഉണ്ടായിരുന്നു. അതാത് സംസ്ഥാനം കുരുക്ഷേത്രം എന്നാണ് അതിന്റെ പേര്. അപ്പോൾ അത് 15 ദിവസം കൂടുമ്പോൾ ആ സാധനം അച്ചടിച്ചിറങ്ങും. കേരളത്തിലെ 18 പ്രസ്സുകളിൽ നിന്ന് അച്ചടിച്ച് ഇവിടെ വിതരണം ചെയ്തു. പോലീസിന് ഒരെണ്ണം പോലും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അപ്പോൾ പല സ്ഥലത്തും ചെല്ലുമ്പോൾ ഇതിന്റെ കോപ്പികൾ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ചിലർക്ക് പോസ്റ്റലായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്, ചിലർക്ക് കല്ല് അതിനകത്ത് നടുക്ക് വെച്ച് ചുരുട്ടിയിട്ട് മുറ്റത്തേക്ക് എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും പോലീസിന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതാണ് അതിന്റെ ആ സമരത്തിന്റെ വിജയം. അപ്പോൾ ഈ പല വാർത്തകളും അവരറിയുന്നത് നമ്മുടെ കുരുക്ഷേത്രത്തിൽ കൂടെയാണ്. ഈ ജില്ല വിട്ട് അല്ലെങ്കിൽ മറ്റു സംസ്ഥാനത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈ പുറത്തു വന്നതിന് ശേഷം ശ്രീ AK ഗോപാലൻ AKG അദ്ദേഹം പാർലമെന്റ് ഇതിനെതിരായിട്ടൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗം പോലും കുരുക്ഷേത്രം എന്ന് പറയുന്ന രഹസ്യ പ്രസിദ്ധീകരണം അടിച്ചു വന്ന് അതിൽ നിന്നാണ് കേരളത്തിലെ CPM-കാർ അറിഞ്ഞത്. കാരണം അവർക്ക് വാർത്ത അറിയാൻ മാർഗമില്ലായിരുന്നു. അപ്പോൾ RSSന്റെ മെഷീനറി ഇതിനകത്ത് എല്ലാ തരത്തിലും പ്ലാൻ ചെയ്തിരുന്നു. ആ പ്ലാനിങ് ആണ് പൂർണ്ണമായിട്ടും ഈ സമരം വിജയിക്കാനുണ്ടായ ഒരു സാഹചര്യം. അങ്ങനെ അല്ല, ഈ വിജയം എന്ന് പറയുമ്പോൾ താങ്കളിപ്പോൾ പറയുന്ന പോലെ ഇതൊരു വലിയ വിജയമായിട്ട് തോന്നുന്നുണ്ടോ? ഇങ്ങനെ അവസാനം 21 മാസങ്ങൾക്ക് ശേഷമാണല്ലോ ഈ അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നത്. അതെ, അതെങ്ങനെയാണ് വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതിൽ 2 കാര്യങ്ങൾ. ഒന്ന്, കേരളത്തിൽ കേരളത്തിലല്ല ഈ രാജ്യത്ത് ഭാരതത്തിലാകമാനം നടന്ന ഇന്ദിരാഗാന്ധിക്കെതിരായ ശക്തമായ പ്രതിഷേധ സമരം 1,75,000 പേര് ജയിലിൽ പോകുന്നു. ഈ ജയിലിൽ പോകാത്തവരും ഇതിനെതിരായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഒളിവിലും തെളിവിലും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നു. പോലീസിന് പിടികൊടുക്കാത്ത കുറേ ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഇതിനു വേണ്ടി പ്രവർത്തിച്ചു. ഇതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലും ഈ ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള പ്രചരണങ്ങൾ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. അത് വളരെ ഭംഗിയായിട്ട് നടന്നിരുന്നു. അന്ന് MP ആയിരുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയൊക്കെ വിദേശത്ത് പ്രവർത്തനത്തിന്റെ ഏകോപിപ്പിക്കുന്ന ചുമതലയായിരുന്നു. അദ്ദേഹം യാത്ര ചെയ്ത് ആ പ്രവർത്തനമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ പുറമേ ഉള്ള രാജ്യങ്ങളിൽ നിന്ന് വന്ന സമ്മർദ്ദം, അകത്തു നിന്ന് വന്ന സമ്മർദ്ദം, ഇതൊക്കെ കൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ ഇന്ദിരാഗാന്ധിയെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പ്രേരിപ്പിച്ച അവരുടെ ഉപജാപക സംഘം തന്നെ പറഞ്ഞു, ഇപ്പൊ തെരഞ്ഞെടുപ്പ് വെച്ചാൽ നമ്മൾ 100% ജയിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ അടിയന്തരാവസ്ഥ പിൻവലിച്ച് തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. അതിൽ അവർ അമ്പയെ പരാജയപ്പെട്ടു. അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കേരളത്തിലാണ് 20 MP-മാരെ അവർക്ക് ജയിപ്പിക്കാൻ സാധിച്ചത്. അതിന്റെ കാരണം കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി ആയിരുന്നിട്ടുള്ള CPM ഈ സമരത്തിൽ ഇല്ലാതെ പോയി. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇല്ലാതെ പോയെന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് ഈ 1975 ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ ഇപ്പോൾ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ അടക്കം സഖാവ് പിണറായി വിജയൻ അടക്കം ഈ അടിയന്തരാവസ്ഥയുടെ ഭാഗമായിട്ടുണ്ട് എന്ന് കോടിയേരി അടക്കം എല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ സമരമുറകളിലായിരുന്നു. ഒപ്പം തന്നെ മർദ്ദന മുറകൾ സ്വീകരിക്കേണ്ടി വന്നു എന്നൊക്കെ പലപ്പോഴും അവർ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിനകത്ത് യാഥാർത്ഥ്യമില്ല എന്നാണോ പറഞ്ഞു? അവർ സമരത്തിൽ പങ്കെടുത്തില്ല. അതായത് പ്രിവെന്റീവ് അറസ്റ്റ് ഉണ്ടായിരുന്നു കേരളത്തിൽ. ഞങ്ങളുടെ കയ്യിൽ കൃത്യമായ കണക്കുകളുണ്ട്. അവർ കേരളത്തിലെ 300ഓളം CPM പ്രവർത്തകന്മാർ
പ്രിവെൻറ്റീവ് അറസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അകത്തായിരുന്നു. അതിൽ ഒരു ഏതാണ്ട് 4-5 ദിവസക്കാലം വളരെ കൊടിയ മർദ്ദനമേറ്റ ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, അങ്ങനെ ഒരുപാട് പേര്. അതായത് അവർ പ്രതിഷേധ സമരങ്ങളില്ല, അതിന് മുൻപ് തന്നെ പ്രിവെന്റീവ് ആയിട്ട് അവർ അറസ്റ്റ് ചെയ്തത് അതായിരുന്നു സംഭവം. പക്ഷെ അതുകൊണ്ടാണ് അവരിപ്പോൾ ഈ മർദ്ദന മുറകൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റിട്ടുണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മർദ്ദന മുറകളാണ് ഈ 4 ദിവസം. ശരി, നമുക്ക് അതിലേക്ക് വരാം. ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധ സമരത്തിൽ അവർ വന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ സൂചിപ്പിക്കാം. അതായത് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അതായത് ജൂൺ മാസത്തിൽ ജൂലൈ 8, 9, 10 ദിവസങ്ങളിൽ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടി, അതായത് CPM ഉൾപ്പെടെ, ഞങ്ങൾ ജനസംഘം ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും ജാഥകളൊക്കെ നടത്തി, പ്രതിഷേധ ജാഥകളൊക്കെ നടത്തി. ആ സമയത്ത് കുറേ പേര് അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ അറസ്റ്റ് വളരെ വ്യാപകമായി വന്നപ്പോൾ പിന്നീടുള്ള സമരങ്ങൾ, അത് കേരളത്തിൽ ജൂലൈ 10-ാം തീയതി ഒരു ബന്ദ് പോലും നടത്തി, പ്രതിപക്ഷ ബന്ദ് എന്ന് പറഞ്ഞാൽ CPM ആണ് അതിൻ്റെ മുൻപിൽ നിന്ന്, ഞങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ ആ ബന്ധമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അറസ്റ്റിന്റെ എണ്ണം കൂടിയപ്പോൾ സ്വാഭാവികമായിട്ട് അവർ പതുക്കെ അതിൽ നിന്ന് പിൻവലിച്ചു. ഭയം കൊണ്ട് പിൻവലിഞ്ഞാണ്. അത് ഞാൻ ആ നിലയ്ക്ക് അത് പറയുന്നത് പലപ്പോഴും പറയുമ്പോഴേ ഏതായാലും. പക്ഷേ ഈ സമരത്തിന്റെ വേണ്ടിയിട്ട് ഈ ലോക സംഘർഷ സമിതിയുടെ പ്രവർത്തകന്മാരെന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ നമ്മുടെ K. രാമപിള്ള സാറും അതോടൊപ്പം തന്നെ ജനസംഘത്തിന്റെ ഓൾ ഇന്ത്യ സെക്രട്ടറി കൂടെ സഖാവ് EMS ഇവിടെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്നു. അദ്ദേഹത്തിനോട് സംസാരിച്ചു. നിങ്ങളാണ് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇതിന്റെ നെടുനായകത്വം വഹിക്കേണ്ടത്, ഞങ്ങളുടെ ആളുകൾ സമരം ചെയ്യാൻ തയ്യാറാണ് എന്നൊക്കെ അദ്ദേഹമായിട്ടൊരു ചർച്ച നടത്തി. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഈ സമരത്തിനില്ല. EMS പറഞ്ഞു ഞങ്ങൾ ഈ സമരത്തിനില്ല, മറിച്ച് ഗവൺമെന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ബോണസ് 4% കുറച്ചിട്ടുണ്ട്, വെട്ടിക്കുറച്ചിട്ടുണ്ട്, അതിനെതിരായി ഞങ്ങൾ സമരത്തിന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ഈ സമരത്തിൽ നിന്ന് പൂർണ്ണമായി പിന്മാറി. അതിന്റെ ഫലമാണ് 77 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി അവിടെ എല്ലാ സ്ഥലത്തും പരാജയപ്പെട്ടപ്പോൾ 20 സീറ്റിൽ അവർ വിജയിക്കാൻ. അതാണ് ഇതിന് കാരണമായിട്ട് താങ്കളടക്കമുള്ളവർ പറയുന്നത്. ഇനി ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ താങ്കളടക്കമുള്ളവർ, ഇപ്പോൾ മോഹനേട്ടനടക്കം അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഏകദേശം 8000-ഓളം പേർ ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്ന് പ്രതിഷേധ സമരങ്ങൾ കേരളത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്, അവരുടെയൊക്കെ ഇന്നത്തെ ഒരു സ്ഥിതിവിശേഷം എന്തൊക്കെയാണ്? വളരെ ദയനീയമായിട്ടുള്ള സ്ഥിതിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ, അതായത് ഞങ്ങൾ RSSന്റെ പ്രവർത്തകന്മാരെ, ജനസംഘത്തിൻ്റെ ഞങ്ങളെ സംബന്ധിച്ച് ഈ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങളുടെ നേതൃത്വം ഞങ്ങളോട് കൃത്യമായി പറഞ്ഞിരുന്നു, മരണം വരെ നിങ്ങൾ തിരിച്ചു വരും എന്നുള്ളതിന് ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ മാനസികമായും എല്ലാ തയ്യാറെടുപ്പും, ശാരീരികമായും പോലീസ് എത്ര ഇടിയിടിച്ചാലും ഞങ്ങൾ കൊള്ളാൻ തയ്യാറായിട്ട് പോയവരാണ്. ഞങ്ങളൊന്നും പ്രതീക്ഷിച്ച് പോയവരല്ല. ഭാവിയിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക, ഗവൺമെൻറ്റിന് ആനുകൂല്യം കിട്ടും, അല്ലെങ്കിൽ താമ്രപത്രം കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും പെൻഷൻ കിട്ടും, ഇതൊന്നും പ്രതീക്ഷിച്ച് പോയ ആളുകളല്ല ഞങ്ങൾ. പക്ഷേ ഏതാണ്ട് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് 40 വർഷം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളൊക്കെ 60 വയസ്സ് പിന്നിട്ടപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള നിരവധി ആളുകൾ അസുഖബാധിതരായി അന്നത്തെ പോലീസ് മർദ്ദനത്തിൻ്റെ ഫലം അനുഭവിക്കാൻ തുടങ്ങിയത് 60 കഴിഞ്ഞപ്പോഴാണ്. അപ്പോഴാണ് ഞങ്ങളിങ്ങനെ അസോസിയേഷൻ ഓഫ് എമർജൻസി വിക്ടിംസ് എന്നുള്ള ഒരു കൂട്ടായ്മ രൂപീകരിച്ചത്. ആ കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ഞങ്ങൾ അപ്പോഴത്തേക്കും 2014 നരേന്ദ്രമോദി സർക്കാർ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് ഞങ്ങൾ നിവേദനം കൊടുക്കുകയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും നിവേദനം കൊടുത്തു. എന്താണ് നിങ്ങളുടെ ആവശ്യം? എന്താണ് ഞങ്ങളുടെ ആവശ്യം? ഇത് 2ാം സ്വാതന്ത്ര്യ സമരമായിട്ട് അംഗീകരിക്കണം എന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം. പിന്നെ അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന പ്രക്ഷോഭത്തെ, അതെ, ഇത് 2ാം സ്വാതന്ത്ര്യ സമരമായിട്ട് അംഗീകരിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുത്ത ആളുകൾക്ക് ചികിത്സാ സഹായം കൊടുക്കണം. പെൻഷനൊന്നും വേണ്ട, പെൻഷനെ കുറിച്ചല്ല ഞങ്ങളുടെ വിഷയം, ചികിത്സാ സഹായം. ഇന്ന് യാതനയും കഷ്ടപ്പാടും അനുഭവിക്കുന്ന നിരവധി ആളുകൾ കിടപ്പ് രോഗികളാണ്. അപ്പോൾ അവർക്ക് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് സംഘടന, ഞങ്ങൾ അസോസിയേഷൻ, ഞങ്ങളുടെ ഓർഗനൈസേഷൻ ബന്ധപ്പെട്ട് ഇവർക്ക് വേണ്ട ചികിത്സാ സഹായമൊക്കെ കൊടുക്കുന്നതിന് വേണ്ട ഏർപ്പാട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ RSSന്റെ തന്നെ ഒരു സേവാ ട്രസ്റ്റ് ഞങ്ങൾ പരസ്പരം സംസാരിച്ചൊക്കെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ 150 കിടപ്പ് രോഗികൾക്ക് RSSന്റെ സേവാ ട്രസ്റ്റിന് കൊടുക്കുന്നുണ്ട്. അത് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് അയച്ചു കൊടുക്കുന്നു. ഇതുകൂടാതെ ഞങ്ങൾ സംഘടന പലരെയും സമീപിച്ച്, പല ചാരിറ്റബിൾ ട്രസ്റ്റുകൾ, ചില വ്യക്തികൾ, ഒരുപാട് വ്യക്തികൾ സഹായം ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ സമീപിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അതിനെന്താ ഞാനൊരാളെ സഹായിക്കാം എന്നുള്ള നിലയ്ക്ക് അവർക്ക് പ്രതിമാസം 1000 രൂപ 2000 രൂപ വേണ്ടവർക്ക് അതനുസരിച്ച് അവരുടെ ത്രൂ ബാങ്ക്, ഞങ്ങൾ സംഘടന ഇതൊന്നും വാങ്ങുന്നില്ല, ത്രൂ ബാങ്ക് ആർക്കാണോ സഹായം കൊടുക്കേണ്ടത് അവരുടെ ത്രൂ ബാങ്കിലേക്ക് ബന്ധപ്പെട്ട ആളെ കൊണ്ട് ഇപ്പോഴത്തെ പുതിയ സംവിധാനം അനുസരിച്ച് ഗൂഗിൾ പേ ഒക്കെ ചെയ്യിക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 350 പേർക്ക് പ്രതിമാസം ചികിത്സാ സഹായം ഞങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റൊക്കെ ഇതിലേക്ക് വന്നിട്ടില്ല, വരട്ടെ. ഇത് പറയുമ്പോൾ തന്നെ ഞാൻ മുഖ്യമന്ത്രി അന്ന് 2016 പിണറായി വിജയനെ ഞങ്ങൾ നേരിട്ട് പോയി കണ്ടു, അദ്ദേഹത്തിന് നിവേദനം കൊടുത്തു. അന്ന് ഏറ്റവും കൂടുതൽ മർദ്ദനമേറ്റ വൈക്കം ഗോപകുമാർ എന്ന് പറയുന്ന RSSന്റെ പ്രചാരകനായിരുന്ന ആളെ ഞങ്ങളൊക്കെ കൂടെ പോയി, ഇതിൻ്റെ അന്നത്തെ പ്രസിഡന്റായിരുന്ന ഒരു രാജേശ്വര പണിക്കർ, ഞങ്ങൾ 3 പേരോടൊക്കെ പോയി കണ്ടു, നിവേദനം കൊടുത്തു. എന്തായാലും 2 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ
ഒഫീഷ്യലി കേരള ഗവൺമെന്റിന് ഒരു മറുപടി വന്നു, ഈ വിഷയത്തിൽ ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാണെന്നൊന്നും പറഞ്ഞില്ല. അപ്പൊ ഞങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കാരണം വെച്ചാൽ ഈ 500 പ്രിവെന്റീവ് അറസ്റ്റുള്ള CPM-കാർക്ക് വേണ്ടിയിട്ട് ഈ 7000 8,000-ഓളം RSS-കാർക്ക് എന്തിനാ ഞങ്ങൾ ചിന്തിച്ച് കാണും എന്ന് ഞങ്ങൾ വിചാരിക്കും. രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആയിരിക്കും. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പക്ഷെ ഞങ്ങള് കേന്ദ്ര ഗവൺമെന്റിനോടും കേരള ഗവൺമെന്റിനോടും കേന്ദ്ര ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം അതില് കേന്ദ്ര ഗവൺമെന്റ് ആ തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. അതിൽ വരേണ്ടതാണെന്ന് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു. അപ്പൊ അതില് ഒരു പ്രധാന ഘടകം എന്തായിരുന്നു എന്ന് വെച്ചാല് നോർത്ത് ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങളില് സംസ്ഥാന ഗവൺമെന്റുകൾ അവിടെയുള്ള ആളുകൾക്ക് പെൻഷനും മെഡിക്കൽ ബെനിഫിറ്റും കൊടുക്കാൻ തയ്യാറായി. അപ്പോൾ സ്വാഭാവികമായിട്ടും MP-മാരും MLA-മാരും ഒക്കെ ഉള്ള അവിടെ ഇത് കൊടുക്കാൻ തയ്യാറായപ്പോൾ പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഒരു തലവേദനയില്ല. ഇവിടെ സൗത്ത് ഇന്ത്യയിൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ട് വളരെ പുറകിലാണ്. MP-മാരുടെ എണ്ണവും MLA-മാരുടെ എണ്ണവും അതൊക്കെ കുറവായതുകൊണ്ട് സൗത്ത് ഇന്ത്യ പരിഗണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടുന്ന് ഞങ്ങളൊക്കെ എല്ലാ വർഷവും നിവേദനമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ഇതിനകത്ത് പോയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ രാഷ്ട്രീയ സമ്മർദ്ദം ആരാണ് ചെലുത്തേണ്ടത്? കേരളത്തിൽ നിന്ന് ആരാണ് ചെലുത്തേണ്ടത്? രാഷ്ട്രീയ സമ്മർദ്ദം ഈ കേരളത്തിൽ നിന്ന് ഇതിനു വേണ്ടി പോയിട്ടില്ല. അത് ഉണ്ടാവണമല്ലോ. തീർച്ചയായിട്ടും രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ ഇതിനകത്ത് വിക്ടിംസിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം കിട്ടും. അതെ അതെ. ആ സഹായം അത് ധനസഹായമാവട്ടെ അല്ലെങ്കിൽ മെഡിക്കൽ സഹായമാവട്ടെ ഏത് തരത്തിലുള്ള ഒരു പരിരക്ഷയും അത്യാവശ്യമാണ്. അത് ലഭിക്കണമെങ്കിൽ ആരാണ് ചെയ്യേണ്ടത്? ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് ആണോ അതിന് ഉത്തരവാദി? അവരാണോ ചെയ്യേണ്ടത്? ഇതിനകത്ത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഉണ്ടല്ലോ. ഇവിടെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഒന്ന് പ്രഷർ ചെലുത്തിയാൽ ആ പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം കേന്ദ്രത്തിൽ പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഈ ആ കാലഘട്ടത്തിൽ? അല്ല, അതിന് നമ്മൾ രാഷ്ട്രീയമായിട്ടല്ല. ഇപ്പം താങ്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ 500-ഓളം വരുന്ന CPM-കാരും 7500-ഓളം വരുന്ന RSS സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്നവരുമൊക്കെ പ്രതിഷേധ സമരത്തിൻ്റെ ഭാഗമായിട്ട് അതിനോടൊപ്പം ചേർന്ന് വലിയ പ്രതിഷേധാഗ്നിയിൽ പങ്കുചേർന്നവരാണ്. അവർക്ക് ഇന്ന് ഈ പറഞ്ഞ പോലെ നടുവനക്കാൻ വയ്യാത്ത, മർദ്ദനമുറകൾ സ്വീകരിച്ച് എണീറ്റ് നടക്കാൻ വയ്യാത്ത തരത്തിലേക്ക് കഷ്ടത അനുഭവിക്കുന്ന രോഗികളായിട്ടുള്ള ഒട്ടനവധി പേരുണ്ട്. അവരെ ആരും നോക്കാനില്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരെങ്കിലും ഒന്ന് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ നിങ്ങളൊരു അസോസിയേഷൻ രൂപീകരിക്കുന്നു. ആ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ആകെ ഒരു 350 പേർക്ക് എന്തെങ്കിലും സഹായം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞാൽ ചെയ്യുന്നു. അതുമാത്രമല്ലല്ലോ, വീണ്ടും വരുന്ന 10,000-ഓളം പേര് വീണ്ടും അതിനകത്തുണ്ടല്ലോ. ഇവരെയൊക്കെ കാണാൻ കഴിയാതായി പോകുന്ന തരത്തിലേക്ക് ഇത് മാറിപ്പോകുന്നുണ്ടോ? അതായത് ഈ RSS-ൻ്റെ സംഘടനാ സ്വാധീനത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങളന്ന് പ്രതിഷേധത്തിനിറങ്ങിയത്. ഇന്നത്തെ BJP-കാർക്ക് ഈ RSS-നെ മറക്കാൻ തോന്നുന്നതുകൊണ്ടാണോ ഇങ്ങനൊരു രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകാതാകുന്നത്? തീർച്ചയായിട്ടും അല്ല. ഒന്ന്, ഈ ഇപ്പോഴത്തെ ഞാനത് പറയുമ്പോൾ കുറച്ച് വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ ഇന്നത്തെ BJP-യുടെ നേതൃത്വം ഒക്കെ ഏതാണ്ട് 45 വയസ്സ് 50 വയസ്സ് ഒക്കെ പ്രായമായിട്ടുള്ള ആളുകളാണ്. അവർക്ക് ഈ ചരിത്രം അറിയില്ല. ഇതിനകത്ത് ഈ ചരിത്രം അവർക്കറിയില്ല. അതായത് ഇന്നത്തെ സാഹചര്യത്തിലേക്ക് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഈ രാജ്യത്തെയും കൊണ്ടെത്തിച്ച ആളുകളാണ് അടിയന്തരാവസ്ഥ സമര സേനാനികൾ. അടിയന്തരാവസ്ഥ അതിനൊരു വലിയ കാരണമായിരുന്നു. അതൊരു ചരിത്ര സത്യമാണ്. ഈ ചരിത്ര സത്യം അംഗീകരിക്കാനും അത് മനസ്സിലാക്കാനും അത് വരും തലമുറയെ പഠിപ്പിക്കാനും വേണ്ട സംവിധാനങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതൊരു ദുഃഖ സത്യമാണ്. അതായത് ഞങ്ങൾ ഈ ആളുകൾക്ക് സഹായം സംഘടിപ്പിച്ച് കൊടുക്കുന്നതിനോടൊപ്പം വീണ്ടും ഞങ്ങൾ ഈ കാര്യത്തിൽ നിരാശരല്ല. കാരണം ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചു പോയവരല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടം ഇല്ല. കാരണം വെച്ചാൽ ഞങ്ങൾ പ്രതീക്ഷിച്ചു പോയവരല്ല. പക്ഷേ അസുഖബാധിതരായി ചികിത്സാ സഹായം വേണ്ട നിരവധി ആളുകൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 350 പേർക്ക് ആ സഹായം കൊടുക്കും. ഒരു 1000-ഓളം പേര് സഹായം വേണ്ടവരുണ്ട്. മറ്റിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെപ്പോലുള്ള കുറേ ആളുകൾ മക്കളൊക്കെ നല്ല നിലയിലും ജീവിക്കുന്നു, അവരുടെ ഉദ്യോഗം കിട്ടി അത് ഭംഗിയായിട്ട് ജീവിക്കുന്നു. അവർക്കൊന്നും ഈ സഹായം ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ഞങ്ങളൊന്നും അത് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അതല്ലാത്ത നിരവധി ആളുകൾ 1000-ഓളം പേര് സഹായം വേണ്ടവർ ഇന്ന് കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. അവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് വേണ്ട സംവിധാനം ചികിത്സാ സഹായമെങ്കിലും കൊടുക്കാനും കേന്ദ്ര ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റിന്റെ പാർട്ടിയും മുൻകൈ എടുക്കേണ്ടതാണ് എന്നാണ് ഈ കാര്യത്തിൽ എൻ്റെ അഭിപ്രായം. ഈ അഭ്യർത്ഥനകളൊക്കെ നിങ്ങൾക്ക് 2014 തൊട്ട് കൊടുത്തതാണോ? അതോ ഈ ഇപ്പോൾ 2014 പിന്നെ 2019 2024 ഏകദേശം 10 വർഷം കഴിയുന്നു, ഒന്നും അനങ്ങാൻ നയമായിട്ട് നിൽക്കുകയാണോ? അതല്ല, അതിലേക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിലേക്ക് കേന്ദ്ര ഗവൺമെന്റോ അല്ലെങ്കിൽ അതിലേക്ക് ഒരു മാറ്റം ഞങ്ങൾ ഈ പ്രാവശ്യം കണ്ടത്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭരണഘടനാ ഭേദഗതി 400 സീറ്റിലോടുകൂടി മോദി സർക്കാർ വന്നാൽ ഭരണഘടന മാറ്റിയെഴുതും എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രചരണങ്ങളൊക്കെ നടത്തി. അതൊരു പരിധി വരെ ഏറ്റു എന്നാണ് ഞാനും വിശ്വസിക്കുന്നത് വ്യക്തിപരമായി. അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് ഭരണഘടന അങ്ങനെയാണ്. കാരണം ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി ഭരണഘടന എന്ന് പറഞ്ഞ സാധനം തൊട്ടിട്ടില്ല. അതിനെതിരായിട്ടാണ് അവർ ചെയ്തത് മുഴുവൻ. ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഭരണഘടനാ പുസ്തകം തുറക്കാതെ ഭരണഘടന തിരുത്തി എഴുതി
അവർക്ക് 3/2 ഭൂരിപക്ഷം ഉണ്ടായി തിരുത്തി എഴുതി ഭരിച്ച ഒരു ഏകാധിപത്യ ഭരണം നടത്തിയ ആളാണ് ഇന്ദിരാഗാന്ധി. അവരാണ് ഇതിൽ പ്രചരിപ്പിച്ചത്. പക്ഷേ ഇപ്പോഴാണ് ഈ ഭരണഘടനാ പ്രകാരം വരുന്ന കാര്യങ്ങൾ, ഇന്ദിരാഗാന്ധി ചെയ്ത കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഉയർത്തിപ്പിടിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റോ ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഇപ്പോൾ തോന്നി തുടങ്ങി എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ടുള്ള പാർലമെന്റ് നടന്ന നടപടികളും പത്രമാധ്യമങ്ങളും അതിലെ ഇപ്പോൾ ഈ 400 സീറ്റ് ലഭിച്ചിരുന്നുവെങ്കിൽ ഭരണഘടന തിരുത്തും അല്ലെങ്കിൽ തിരുത്തപ്പെടും എന്ന് പറയും. ഇപ്പോൾ ഇന്ദിരാഗാന്ധി അങ്ങനെ തിരുത്തി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടാണല്ലോ നിങ്ങളടക്കമുള്ളവർ പ്രതിഷേധം നടത്തിയത്. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിയും അങ്ങനെ ചെയ്യില്ല എന്നുള്ളതിന് എന്തെങ്കിലും ഉറപ്പുണ്ടായിരുന്നോ? നരേന്ദ്രമോദിയും ഈ കാര്യത്തിൽ നരേന്ദ്രമോദി ഉൾപ്പെടുന്ന ദേശീയ പ്രസ്ഥാനം, ആ ദേശീയ പ്രസ്ഥാനത്തിന്, രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് ഒരു ഏകാധിപത്യ ഭരണമല്ല, ജനാധിപത്യ ഭരണം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ജനാധിപത്യ ഭരണമാണ് മോദി സർക്കാർ ആഗ്രഹിക്കുന്നതും നടപ്പിലാക്കുന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുന്നു ഒരു കാരണവശാലും പ്രതീക്ഷിക്കുന്നില്ല. ശരി, 1977 കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ 49 വർഷങ്ങൾ പിന്നിടുമ്പോൾ നിങ്ങളൊക്കെ അനുഭവിച്ചത് കൊടിയ മർദ്ദനമാണ് അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ആ കാലത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എന്താണ് ഇപ്പോൾ തോന്നുന്നത്? അങ്ങനെ അന്ന് ഇറങ്ങിയത് ശരിയായി എന്ന് തോന്നുന്നുണ്ടോ അതോ വേണ്ടായിരുന്നു? തീർച്ചയായിട്ടും അത് ശരിയായിരുന്നു. കാരണം അങ്ങനെ അത്തരം ഒരു പ്രതിഷേധം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ഒരു പിന്തുടർച്ച എന്നുള്ള നിലയ്ക്ക് നെഹ്റു, മോട്ടിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധി, പിന്നെ ഇതാ അടുത്ത് വരാൻ പോണു മറ്റേ എന്താ പറയാ അവരുടെ പേര് ഞാൻ മറന്നു, പ്രിയങ്ക ഗാന്ധി, അതിന്റെ താഴെയുള്ള മക്കള്, പിന്നെ മറ്റേ കുടുംബാധിപത്യം ഇങ്ങനെ തുറന്നുകൊണ്ടേ അങ്ങനെ ഒരു കുടുംബാധിപത്യം നിങ്ങൾക്ക് തടയിടാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? 1977 പ്രതിഷേധം അതിനൊരു അടിത്തറ പാകി എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതായത് RSSന്റെ ഒരു വല്ലാത്ത ഇടപെടൽ എനിക്ക് തോന്നുന്നു 100 വർഷം ആഘോഷിക്കാൻ പോകുന്ന ഒരു വേളയിൽ RSS എന്ന് പറയുന്ന സംഘടന എപ്പോഴും BJPക്ക് ഒരു നെടുന്തൂണാണ്, നട്ടലാണ്. പലപ്പോഴും ഇപ്പോഴൊക്കെ JP നദ്ദയൊക്കെ അതിനെക്കുറിച്ചൊക്കെ വല്ലാത്ത വാചകങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന് തോന്നുന്നുണ്ടോ? അന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതൊന്നുമല്ല എന്റെ ചോദ്യം അതല്ല. ഒരിക്കലും ഞങ്ങൾ അത്തരം കാര്യങ്ങൾ അതൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. RSSനെ കുറിച്ച് അങ്ങനെ പറയുന്നതിനോടൊന്നും ഞങ്ങളുടെയും അഭിപ്രായം അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഞങ്ങളുടെയും അഭിപ്രായം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ആ രാഷ്ട്രീയ പ്രസ്ഥാനം എന്താ പറയാ സ്വതന്ത്രമായിട്ടും സ്വന്തമായിട്ടും പ്രവർത്തിക്കാനുള്ള ശക്തിയും ശേഷിയും ഒക്കെ ആർജിക്കട്ടെ, അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് അങ്ങനെ നിൽക്കണം. അത് അങ്ങനെ തന്നെ വേണം. RSSനെ തള്ളിക്കളഞ്ഞുകൊണ്ട് BJPക്ക് ഒരു ഞാൻ വിശ്വസിക്കുന്നില്ല, തള്ളിക്കളയൊന്നും വിശ്വസിക്കുന്നില്ല. ഞാൻ ആ കോൺട്രവേഴ്സിയിലേക്കും പോകുന്നില്ല. പകരം ഈ RSS എന്ന് പറയപ്പെടുന്ന സംഘടന അന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനമുണ്ട്. അവർ പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ ഇങ്ങനെ പ്രതിഷേധത്തിലേക്ക് എത്തപ്പെടുമ്പോൾ നിങ്ങളടക്കമുള്ള അന്നത്തെ യുവാക്കൾ, ഇന്ന് നിങ്ങൾക്ക് ആ തീപ്പൊരി ഇന്നും ആ ഫയർ വിട്ടുപോയിട്ടില്ല, ഇന്നും ഉണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാധനമുണ്ടല്ലോ, അതായത് അന്ന് പ്രതിഷേധത്തിൽ ഏർപ്പെടുകയും മർദ്ദനങ്ങൾ ഏൽക്കുകയും ഇന്ന് രോഗികളായി തീരുകയും ചെയ്തവർക്ക് എന്തെങ്കിലും ഒരു സഹായം എന്നുള്ളത് ഈ പറഞ്ഞ പോലെ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്നുള്ള രീതിയിലാണ് ഈ നമ്മൾ അന്നത്തെ ഈ അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ച് ഓർക്കുന്നത്. പക്ഷേ 2014 നിങ്ങൾ കൊടുത്ത ഒരു നിവേദനമുണ്ട്. ആ നിവേദനത്തിനൊരു മറുപടി തരുവാൻ ഈ 10 വർഷക്കാലം കഴിഞ്ഞിട്ടും കേന്ദ്ര സർക്കാരിനാകുന്നില്ല എങ്കിൽ അതിലെന്താണ് കുഴപ്പമെന്ന് ചിന്തിക്കേണ്ടതല്ലേ? അല്ല, അതിൽ ഞാൻ പറഞ്ഞ ചില ഘടകങ്ങളുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളിപ്പോഴും ആത്മവിശ്വാസത്തിലാണ്. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ നിരാശയില്ല. ഇന്നല്ലെങ്കിൽ നാളെ കേന്ദ്ര ഗവൺമെന്റ് ഇത് അംഗീകരിച്ചേ മതിയാവും. അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. ഈ അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോഴേ നമുക്കെല്ലാവർക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ ഇറങ്ങുന്ന ഈ ചരിത്രം പഠിച്ച അവർക്കൊക്കെ ആ സമയത്തൊക്കെ നമ്മൾ ഈ അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ച് അറിയുകയേ ഉള്ളൂ. നമുക്കന്ന് നമ്മളൊന്നും അനുഭവസ്ഥരല്ല അതിനെക്കുറിച്ച്. പക്ഷേ ഇപ്പോൾ സാറിനെ പോലുള്ളവർ ഇങ്ങനെ പറയുമ്പോൾ അതിനകത്ത് അന്ന് അനുഭവിച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഈ 1975 മുതൽ 77 വരെയുള്ള ആ കാലഘട്ടത്തിൽ ഇന്ത്യ മുഴുവൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എങ്ങനത്തെ ഒരു സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്? ഒരു രാഷ്ട്രീയ ഭരണമോ അല്ലെങ്കിൽ ആ ഭരണ സംവിധാനത്തിനുള്ളിൽ ജനങ്ങൾ അനുഭവിച്ച ഗതികേടുകൾ, ദുരിതങ്ങൾ അതെന്തൊക്കെയായിരിക്കാം? അതിൽ വളരെ വ്യക്തമാണല്ലോ. ഈ ഏകാധിപത്യ ഭരണം എന്നുള്ള നിലയ്ക്ക് കേന്ദ്രത്തിൽ ഇന്ദിരാഗാന്ധി ഒരു ഏകാധിപത്യ ഭരണം നടപ്പിലാക്കിയതോടുകൂടി ഇവിടുത്തെ രാജ്യത്തെ എല്ലാ, അതായത് കേരളത്തിലെ കാര്യങ്ങൾ എന്ത് വേണം, മുഖ്യമന്ത്രി അച്യുതമേനോൻ അവിടെ ഇരുന്നാലും ആ കസേരയിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിച്ചത് കരുണാകരൻ്റെ കൂടെയുള്ള കോൺഗ്രസ്സുകാരുമാണ്. അതിലെടുത്തു പറയേണ്ട ഒരു സംഗതി ഞാൻ അതും പറയാം. അതായത് ഈ കൊടിയ മർദ്ദനങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ടായപ്പോൾ ആലപ്പുഴ ജില്ലയിൽ അന്ന് DCC പ്രസിഡന്റ് ശ്രീ തച്ചടി പ്രഭാകരൻ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. അദ്ദേഹം അവിടെ DCC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ആലപ്പുഴ ജില്ലയിൽ നിന്ന് സമരത്തിൽ പങ്കെടുത്ത ആളുകളെ അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്ത്, അന്ന് ഇന്നത്തെ മാതിരി മൊബൈൽ സംവിധാനമില്ല, ഇങ്ങനെ കറക്കി വിളിക്കുന്ന ഫോൺ. അപ്പോൾ
SI തച്ചടി പ്രഭാകരനെ ഫോണിൽ വിളിച്ചിട്ട് ആ ഫോൺ മേശപ്പുറത്ത് വെച്ചിട്ട് ഞങ്ങളുടെ പ്രവർത്തകന്മാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുചെല്ലുന്ന ഞങ്ങളുടെ പ്രവർത്തകന്മാരെ ഇടിക്കണം. അപ്പോൾ ഇടിയുടെ ശബ്ദവും അദ്ദേഹത്തിന് ഫോണിൽ കൂടെ കേൾക്കണം, ഞങ്ങൾ കരയുന്ന ശബ്ദവും കേൾക്കണം. ഇനി ഞങ്ങൾ കരഞ്ഞില്ലെങ്കിൽ എന്താണ് അവന് ഇടിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് ആ SIയെ തെറി വിളിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ കോൺഗ്രസ്സുകാരെ ഇത് ഞങ്ങൾക്ക് വീട് കിട്ടിയ ഒരു അധികാരമാണെന്നുള്ള നിലയ്ക്ക് ഈ രാജ്യത്ത് ഒരു അരാജകത്വം സൃഷ്ടിക്കുന്ന രീതിയിൽ അവർ തീരുമാനിക്കും. ഇപ്പൊ നമ്മൾ പത്രമാധ്യമങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യമില്ല പത്രത്തിൽ എഴുതാനെന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോ ഇവിടെ ഫാസിസത്തിന് വേണ്ടി കുറെ ആളുകൾ വായവ, എന്ത് ഫാസിസം, അന്നുണ്ടായ ഫാസിസത്തെ കുറിച്ച് എന്താ ഇവരും മിണ്ടാത്തത്? അന്നാണ് ഏറ്റവും കൂടുതൽ എന്ത് പത്രത്തിൽ എഴുതണമെന്ന് തീരുമാനിക്കുന്നത് ഗവൺമെന്റാണ്. പിന്നെന്തിനാ പത്രസ്ഥാപനങ്ങൾ നടക്കുന്നത്? അപ്പൊ ആ നിലയിലുള്ള ഒരു സംവിധാനമാണ് അന്നുണ്ടായിരുന്നത്. അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ഞങ്ങളതൊരു വളരെ വിജയമായിട്ട് കാണുന്നു. അതിനകത്ത് ഞങ്ങൾക്ക് മറ്റു തരത്തിൽ യാതൊരു പരാതിയുമില്ല. പക്ഷെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ശ്രമം തുടരും. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒക്കെ ഈ വിഷയത്തിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ വരേണ്ടി വരും എന്നുള്ള ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഇതാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. തീർച്ചയായിട്ടും. എന്തായാലും ഇത്രയും സമയം നമ്മൾ ഈ അടിയന്തരാവസ്ഥ കാലത്തിൻ്റെ ഈ ചെയ്തികളെക്കുറിച്ച്, ക്രൂരമർദ്ദനത്തെക്കുറിച്ച്, അന്ന് നേരിട്ട ഇത്രയും ഭീതിതമായിട്ടുള്ളൊരവസ്ഥയെക്കുറിച്ചൊക്കെ ഇന്നും ആലോചിക്കുമ്പോൾ, ഞാൻ ഈ 1975-77 കാലഘട്ടത്തിൻ്റെ ഒരു സംഭവം, ഈ അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇതിനെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല. ഈ ജൂൺ 25 എന്ന് വരുമ്പോൾ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു അടിയന്തരാവസ്ഥ കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം എനിക്ക് തോന്നുന്നു ഈ 2024 ജൂൺ 25 ജനങ്ങൾ മുഴുവനും ചിലപ്പോൾ അറിഞ്ഞിരിക്കാം. 49 വർഷങ്ങൾ പിന്നിടുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ വളരെ വലിയ രീതിയിൽ കൈകാര്യം ചെയ്തതാണ് ഈ 49 വർഷത്തെ ഭീതിതമായ ജൂൺ 25 കുറിച്ച്. ഇപ്പോൾ നമുക്ക് താങ്കൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ, നിങ്ങൾ ആവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമെന്നുള്ളൊരു വിശ്വാസം ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. അത് നടക്കുമെന്ന് നരേന്ദ്രമോദിയുടെ ഉറപ്പ് നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ കാലഘട്ടം, ഈ മൂവ്മെന്റ്, ഈ അസോസിയേഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ട് ഇപ്പോൾ എത്ര കാലമായി? 2015 ഞങ്ങൾ ഇത് തുടങ്ങിയത്. ഇപ്പോൾ 10 വർഷമാകാൻ പോകുന്നു. അപ്പം ഞങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ, ഇത് ഞങ്ങളിപ്പോൾ ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ, ഞങ്ങൾ പത്രമാധ്യമങ്ങളിലൊക്കെ ഇത് ലൈവായിട്ട് വരണം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഓൺലൈൻ പത്രമാധ്യമങ്ങളോ അല്ലാത്ത പത്രമാധ്യമങ്ങളോ ഒക്കെ ഞങ്ങൾ നേരിട്ട് കാണുകയും കഴിഞ്ഞ 2 മാസമായിട്ട് ഇതിനു വേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ട് ഈ വർഷം, കാരണം ഞങ്ങളുടെ ഉദ്ദേശം 50-ാം വർഷമാണ്. അടുത്ത 50-ാം വർഷം വരുമ്പോഴത്തേക്കും ഗവൺമെന്റ് 50-ാം വർഷം വരുമ്പോഴത്തേക്കും ഗവൺമെന്റ് ഇതിലേക്ക് വരണം എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അപ്പോൾ ആ നിലയ്ക്ക് ഞങ്ങൾ ഈ വർഷം 49-ാം വർഷം തന്നെ അതിനൊരു തയ്യാറെടുപ്പ് നടത്തി. ദൃശ്യമാധ്യമങ്ങളും മറ്റെല്ലാ മാധ്യമങ്ങളും, അടിയന്തരാവസ്ഥ ഇല്ലാത്ത മാധ്യമങ്ങൾ ഇന്നില്ല, വാർത്തകളില്ല, ആ നിലയിലേക്ക് അത് കൊണ്ടുവരാൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം കേൾവിയില്ല. 49-ാം വർഷം എല്ലാവരും കേൾക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥയെ കുറിച്ച് വീണ്ടും ചർച്ചകളിലേക്ക് എത്തപ്പെടുന്നു. ഞങ്ങളുടെ സംഘടന തീരുമാനിച്ചതനുസരിച്ച് 3 സ്ഥലത്ത്, അതായത് തിരുവനന്തപുരത്തും എറണാകുളത്തും കണ്ണൂരിലും 3 സ്ഥലത്ത് ഞങ്ങൾ ഇത് സംബന്ധിച്ച് വളരെ വലിയ സെമിനാറുകൾ നടത്തി. എറണാകുളത്ത് 25-ാം തീയതി വൈകുന്നേരം ഭാരത് ടൂറിസ്റ്റ് ഹോമിലുണ്ടായിരുന്നു. ഇന്നലെ കണ്ണൂരിൽ, ഞാൻ അവിടെ നിന്നാണ് വരുന്നത്, ഇന്നലെ കണ്ണൂരിലുണ്ടായിരുന്നു. അവിടെ വലിയ പരിപാടിയായിരുന്നു. ഇന്ന് തിരുവനന്തപുരത്ത് പ്രസ് ക്ലബ്ബ് ഹാളിൽ മീറ്റിംഗ് ഉണ്ട്. അതായത് ഇത് ലൈവായിട്ട് നിർത്താൻ വേണ്ടിയിട്ട്, ഗവൺമെന്റിനെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം ഞങ്ങൾ പരമാവധി ഈ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും ഗവൺമെന്റിന് ഇതിലേക്ക് വരേണ്ടി വരും. തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് അങ്ങനെ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യാം. കാരണം ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെ തകർക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ആ സംവിധാനത്തിനെ അടിയന്തരാവസ്ഥ കാലം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്ന് ഒരു രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയ ഇന്ദിരാഗാന്ധിയെ ഈ 49 വർഷങ്ങൾക്ക് ശേഷവും ജനം ഓർക്കുന്നത് ഈ വിധത്തിലാണ്. രാജ്യത്തെ നേർവഴിക്ക് നയിച്ച ഒരു നേതാവ് എന്നുള്ള നിലയിലല്ല, പകരം ഇങ്ങനെ അടിയന്തരാവസ്ഥ പോലെ ക്രൂരമർദ്ദനങ്ങൾക്കും ഒപ്പം തന്നെ ഭീതിതമായൊരവസ്ഥയ്ക്കുമൊക്കെ സംജാതമാക്കിയ സ്ത്രീ, വനിത എന്നൊക്കെ പറഞ്ഞു വേണം ഇന്ദിരാഗാന്ധിയെ കാണേണ്ടത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ 49 വർഷങ്ങൾ കഴിയുമ്പോൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് നമ്മുടെ മോഹനേട്ടന് പറയാനുള്ളത്. അതുപോലെ തന്നെയായിരിക്കും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു സഹപ്രവർത്തകർക്കും അതിനെക്കുറിച്ച് ഓർത്ത് പറയാൻ പറ്റുന്നത്. എന്തായാലും അടിയന്തരാവസ്ഥ കാലത്തിൻ്റെ ഭീതിതമായ വേദന നിറഞ്ഞ ആ അവസ്ഥകൾക്ക്, അന്നവർ നടത്തിയ പ്രതിഷേധ സമരങ്ങൾക്ക് ഇനിയെങ്കിലും ഒരർത്ഥമുണ്ടാകേണ്ടതുണ്ട്. അതിന് സംസ്ഥാന സർക്കാരുകൾ കനിഞ്ഞില്ലെങ്കിലും കേന്ദ്ര സർക്കാരുകൾ കനിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ.